ചീഫ് സെക്രട്ടറിക്കെതിരെ അസാധാരണ നീക്കവുമായി സസ്പെൻഷനിലായ IAS ഉദ്യോഗസ്ഥൻ എൻ പ്രശാന്ത്. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ IASനും ഡോക്ടർ AJ തിലക്, ഡോക്ടർ ശ്രീ K ഗോപാലകൃഷ്ണൻ IAS എന്നീ ഉദ്യോഗസ്ഥർക്കുമെതിരെ എൻ പ്രശാന്ത് ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ആർ ശ്രീജിത്ത് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ വീണ്ടും ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. ശ്രീജിത്ത്, യഥാർത്ഥത്തിൽ അപ്രതീക്ഷിതമായ ഒരു നീക്കമാണ് എൻ പ്രശാന്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. മാത്രമല്ല, പ്രശാന്ത് ഒരു അഭിഭാഷകൻ, LLB ഒക്കെ കഴിഞ്ഞൊരു അഭിഭാഷകൻ കൂടിയാണ്. വക്കീൽ പരീക്ഷയൊക്കെ പാസ്സായതുകൊണ്ട് എന്തെങ്കിലും നിയമപരമായ ലക്ഷ്യം വെച്ചിട്ടാണോ ഇങ്ങനെയൊരു നോട്ടീസ് ചീഫ് സെക്രട്ടറിക്കും അതുപോലെ തന്നെ എൻ ഗോപാലകൃഷ്ണൻ IASനും അയച്ചിരിക്കുന്നത്? SKN, ഗുഡ് മോർണിംഗ്. SKN സൂചിപ്പിച്ച പോലെ വളരെ അപ്രതീക്ഷിതമായൊരു നീക്കമാണ് എൻ പ്രശാന്ത് IASൽ നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 4 പേർക്കെതിരെയാണ് എൻ പ്രശാന്ത് ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഒന്നാമതായി നേരത്തെ ഉന്നതിയുടെ ചുമതലയിലുണ്ടായിരുന്ന IAS ഉദ്യോഗസ്ഥൻ K ഗോപാലകൃഷ്ണൻ, രണ്ടാമതായി ഇപ്പോൾ അഡീഷണൽ ചീഫ് സെക്രട്ടറി പദവി വഹിക്കുന്ന ഡോക്ടർ A ജയതിലക്, മൂന്നാമതായി മാതൃഭൂമി പ്രിൻറ്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് കമ്പനി, നാലാമതായി ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ. ഇങ്ങനെ 4 പേർക്കാണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. തനിക്കെതിരായി ക്രിമിനൽ ഗൂഢാലോചന നടത്തി, ഒപ്പം തന്നെ രേഖകൾ കൃത്രിമം ചമച്ച് തന്നെ പൊതുജനമധ്യത്തിൽ അപമാനിക്കാൻ ശ്രമിച്ചു, തനിക്കെതിരായ തന്നെ വ്യക്തിപരമായ ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങൾ നടത്തി തുടങ്ങിയ കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ടാണ് എൻ പ്രശാന്ത് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഈ തന്നെ പൊതുജനമധ്യത്തിൽ അവഹേളിക്കുന്നതിനായി ഉന്നതിയുടെ ഫയൽ കാണാതായി എന്നുള്ള ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി. സർക്കാരോ സർക്കാരിൻ്റെ ഏതെങ്കിലും ഏജൻസികളോ ആവശ്യപ്പെട്ടിട്ടല്ല ഇത്തരമൊരു റിപ്പോർട്ട് ഉണ്ടാക്കിയത്. ആ റിപ്പോർട്ട് തെറ്റായ തീയതികൾ, രണ്ട് തീയതികൾ ഉണ്ടാക്കിയ റിപ്പോർട്ട് ഒരേ ദിവസം തന്നെയാണ് ഈ പോർട്ടലിൽ ഫയലിംഗ് സംവിധാനത്തിൽ അപ്ലോഡ് ചെയ്തത്. ഇത് ഡോക്ടർ A ജയതിലകിൻ്റെ ഓഫീസിൽ നിന്നാണ് അപ്ലോഡ് ചെയ്തത്. ഇതിൽ നിന്ന് തന്നെ ഇത് വ്യാജമായി ഉണ്ടാക്കിയതാണെന്ന കാര്യം വ്യക്തമാണ്. തന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയാണ് ഈ നീക്കത്തിൻ്റെ എല്ലാ ലക്ഷ്യം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിമിനൽ നിയമ നടപടി സ്വീകരിക്കാതിരിക്കണമെങ്കിൽ പൊതുജന മധ്യത്തിൽ വെച്ച് തന്നോട്, അതായത് പബ്ലിക്കായി മാപ്പ് പറയണം, അപ്പോളജി രേഖപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്.